ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മൊമോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീറ്റ് മൊമോസ് ആണ് കേട്ടോ. അതായത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, മൈദ കൊണ്ടല്ല. ഞാൻ മിക്കവാറും എല്ലാ റെസിപ്പീസും ഗോതമ്പ് കൊണ്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാറുള്ളത്. മൈദ അധികം ഒഴിവാക്കാറുണ്ട് കേട്ടോ. മൊമോസിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ കോഴിയുടെ ഒക്കെ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇത് തമ്മിൽ. അങ്ങനെ പേരിൽ മാത്രമേ തന്നെ ഒരു വ്യത്യാസമുള്ളൂ. നമുക്കിനി റെസിപ്പിയിലേക്ക് എടുക്കാം. ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കുക. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 2 സബോള നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് ചിക്കനിലാണ് ചെയ്യുന്നത്. വെജിറ്റബിളിലാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, പിന്നെ കോളിഫ്ലവർ വേവിച്ചതുണ്ടെങ്കിൽ അത്, പനീറൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമാണ് വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ. അതുപോലെ ഫിഷിലും ചെയ്തെടുക്കാം. നമുക്ക് ചെമ്മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീൻ വേവിച്ചിട്ട് അതല്ലെങ്കിൽ ചെമ്മീൻ റോസ്റ്റ് പോലൊക്കെ ഉണ്ടാക്കിയിട്ട് ഫില്ലിംഗ് ആയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വെജിറ്റബിളായിട്ട് ഇതിൽ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വെജിറ്റബിളായിട്ട് ഏതൊക്കെ ചേർക്കാമോ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ക്യാരറ്റ് ഏകദേശം വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പച്ചമുളക് അരിഞ്ഞതാണെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതിലേക്ക് ഞാൻ അടുത്തത് ചേർക്കുന്നത് ചിക്കൻ അരച്ചതാണ്. ചിക്കൻ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ബോൺലെസ് ചിക്കനാണ്. ഒന്ന് അരച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ടൈമിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അതേപോലെ നന്നായി കൈ വിടാതെ ഇളക്കി കൊടുക്കും വേണം, അല്ലെങ്കിൽ ഇതാകെ മൊത്തത്തിൽ കട്ട പിടിച്ചിരിക്കും. വെന്ത് വരുമ്പോൾ ചിക്കൻ നന്നായി ബലം വെക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ടൈമിൽ. ചിക്കൻ ഇങ്ങനെ ചേർക്കുന്നതിന് പകരമായിട്ട് സെപ്പറേറ്റ് വേവിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും മതി. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഇതിലിരുന്ന് വേവുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നമ്മൾ ഈ വെജിറ്റബിൾസിലും ഈ ഫില്ലിങ്ങിലും മൊത്തമായിട്ട് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫില്ലിങ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റേ തരത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് അതിന് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് കട്ട്ലേറ്റിലൊക്കെ ചെയ്യാം. നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഇതേപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലെയർ ആക്കിയിട്ട് മൊമോസിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഫില്ലിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ലെയർ ആക്കിയിട്ട് നമുക്ക് മൊമോസിൻ്റെ ഷേപ്പിലാക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കാം. മോമോസ് 2 തരത്തിലാണ് ഞാൻ വേവിക്കുന്നത്. ഒരു സെറ്റ് ഞാൻ ആവിയിൽ ഇഡ്ലി ചെമ്പിൽ വേവിക്കുന്നുണ്ട്. ഒരു സെറ്റ് ഞാൻ എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ സെറ്റ് അപ്പോൾ ഇഡ്ലി ചെമ്പിൽ ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ സെറ്റ് ഞാൻ എണ്ണയിൽ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയിൽ വറുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അങ്ങനെ 2 മൊമോസ് ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു ചട്നിയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ചട്നിയുടെ റെസിപ്പി ഞാൻ വേറെ ഒരു ദിവസം ഷെയർ ചെയ്ത് തരാം കേട്ടോ നിങ്ങൾക്ക്. ഫ്രൈഡ് മൊമോസ് ആണെങ്കിലും സ്റ്റീംഡ് മൊമോസ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് രണ്ടും. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് അധികവും സ്റ്റീംഡ് മൊമോസ് ആണ്. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒതൻറ്റിക് മൊമോസ് റെസിപ്പി മൈദയിലാണ്. നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഗോതമ്പ് പൊടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നല്ല ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് പറയുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ഇനിയും വരാം കേട്ടോ. അതുവരെയ്ക്കും